വെൽക്കം ബാക്ക് ടു മൈ എയിം അക്കാഡമി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ടാണ്. ഇനി മുതൽ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ദക്ഷിണ ഭാഗത്തായി കിടക്കുന്ന അറേബ്യ, മലൈ എന്നീ രണ്ട് ഉപദ്വീപുകൾക്കിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ദക്ഷിണ ഭാഗത്ത് സദേൺ സൈഡിലാണ് കിടക്കുന്ന അറേബ്യ, മലൈ. ഈ രണ്ട് ഉപദ്വീപുകൾക്കിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. പൂർണ്ണമായും ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം 8°4 മുതൽ 37°6 വരെയും, ലാറ്റിറ്റ്യൂഡനൽ എന്ന് പറയുന്നത് എത്രയാണ്? 8°4 മുതൽ 37°6 വരെയും. ഇനി പൂർവ്വരേഖ ലോഞ്ചിറ്റ്യൂഡനൽ 68°7 മുതൽ 97°25 വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം. ഏരിയ അല്ലെങ്കിൽ വിസ്തൃതിയുടെ കാര്യത്തിൽ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരുന്നത്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഉള്ളത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ 7ാം സ്ഥാനം. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലൂടെയാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ലോകത്തിലെ ഭൂവിസ്തൃതിയുടെ 2.42% ലോക ജനസംഖ്യയുടെ 16% ഇന്ത്യയിലാണ്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ 3214 കിലോമീറ്ററും കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ 2933 കിലോമീറ്ററുമാണ് ഇന്ത്യയുടെ ദൈർഘ്യം. അതായത് നോർത്ത് ടു സൗത്ത് 3214 കിലോമീറ്റർ ആൻഡ് ഈസ്റ്റ് ടു വെസ്റ്റ് എത്രയാണ്? 2933 കിലോമീറ്റർ. ഭാരതത്തിന്റെ ദേശീയ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. പതാക ത്രിവർണ പതാകയാണ്. ചിഹ്നം സാരനാഥിലെ അശോക സ്തംഭം. സാരനാഥിലെ അശോക സ്തംഭമാണ് ഭാരതത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. ഗാനം ജനഗണമന, ഗീതം വന്ദേ മാതരം. അപ്പൊ ഇവ തമ്മിൽ മാറിപ്പോകരുത്. ഗാനമാണ് ജനഗണമന, ഗീതം വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഗീതം. മൃഗം രാജകീയ ബംഗാൾ കടുവ. കടുവ എന്നും പറയുന്നുണ്ട്. ഉരകം രാജവെമ്പാല. രാജവെമ്പാലയാണ് ഉരകം. പൈതൃക മൃഗം ആനയാണ് പൈതൃക മൃഗം. അടുത്തത് പക്ഷി ഏതാണ്? മയിലാണ് അല്ലെ? ഇതെല്ലാം അറിയുന്നത് തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പഠിക്കാനോ കൂടിയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുഷ്പം താമരയാണ്. ജലജീവി ഗംഗാ ഡോൾഫിനെ ഒരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, സൂസു എന്ന് അറിയപ്പെടുന്നതും ഗംഗാ ഡോൾഫിൻ തന്നെയാണ്. വൃക്ഷം പേരാൽ. അപ്പോ വൃക്ഷം പേരാലാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഓപ്ഷൻസിൽ തരുന്ന അരയാൽ, പേരാൽ, ആൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ. അപ്പൊ പേരാൽ തന്നെ എഴുതേണ്ടിന്ന് വരും. ഫലം മാങ്ങയാണ് ഫലം. കളി ഹോക്കിയാണ് കളിയായിട്ട് വരുന്നത്. ദിനദർശിക എന്നുള്ളത് ശകവർഷമാണ്. ശകവർഷം കലണ്ടർ അങ്ങനെയുള്ള കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ദിനദർശിക ഏതാണ്? ശകവർഷമാണ്. ഇന്ത്യയുടെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം 15,200 കിലോമീറ്റർ ആണ്. കര അതിർത്തി 15,200 കിലോമീറ്റർ ആവുമ്പോൾ ദ്വീപുകൾ അടക്കമുള്ള കടൽ തീരത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ ആണ്.
അപ്പോൾ ആകെ മൊത്തം എത്ര അതിർത്തി വരുന്നുണ്ട്? 22,716.6 കിലോമീറ്റർ ആണ് ആകെ അതിർത്തി. 7 രാജ്യങ്ങളുമായാണ് ഇന്ത്യ അതിർത്തി പങ്കുവയ്ക്കുന്നത്. അവ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ എന്നിവയാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശുമായാണ്. 4096 കിലോമീറ്ററോളം വരും ഇത്. അടുത്തത് ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. ജമ്മു, ലഡാക്ക് എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം അമരാവതിയാണ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ആണ്. അസം ദിസ്പൂർ. ബീഹാറിന്റെ പാട്നയാണ് തലസ്ഥാനം. ഛത്തീസ്ഗഡിന്റെ റായ്പൂർ ആണ്. ഗോവയുടെ പനാജിയാണ് തലസ്ഥാനം. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ്. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശിന്റെ വേനൽക്കാല തലസ്ഥാനം ഷിംലയും ശീതകാല തലസ്ഥാനം ധർമ്മശാലയുമാണ്. ജാർഖണ്ഡിന്റെ റാഞ്ചിയാണ്. കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂരാണ്. കേരളത്തിന്റെ തിരുവനന്തപുരവും മധ്യപ്രദേശിന്റെ ഭോപ്പാലുമാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ ആണ് വേനൽക്കാലത്ത്. അതുപോലെ ശീതകാലത്ത് നാഗ്പൂരാണ് തലസ്ഥാനം. മണിപ്പൂർ ഇംഫാൽ ആണ്. മേഘാലയയുടെ ഷിലോങ്, മിസോറാം, ഐസോൾ ആണ് തലസ്ഥാനം. നാഗാലാൻഡ് കോഹിമയാണ്. ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ് ആണ് തലസ്ഥാനം. രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക് ആണ്. തമിഴ്നാട് ചെന്നൈ ആണ് തലസ്ഥാനം. തെലങ്കാനയുടെ ഹൈദരാബാദും ത്രിപുരയുടെ അഗർത്തലയുമാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൌവും ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ബാരാരിസൈൻ ആവുമ്പോൾ ശീതകാലത്ത് ഡെറാഡൂൺ ആണ് തലസ്ഥാനം. പശ്ചിമ ബംഗാളിന്റെ കൊൽക്കത്തയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ്. ആദ്യത്തേത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു തലസ്ഥാനം ദാമനാണ്. ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ജമ്മു കാശ്മീരിന്റെ ശ്രീനഗർ വേനൽക്കാല തലസ്ഥാനവും ജമ്മു ശീതകാല തലസ്ഥാനവുമാണ്. ലഡാക്കിന്റെ ലേ ആണ് വേനൽക്കാല തലസ്ഥാനം. കാർഗിലാണ് ശീതകാലത്തെ തലസ്ഥാനവും. ലക്ഷദ്വീപിന്റെ കവരത്തിയാണ് തലസ്ഥാനം. പുതുച്ചേരി തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന പർവ്വതനിലകളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഹിമാലയം, അത് കഴിഞ്ഞാൽ ആരവല്ലി, സത്പുര, വിന്ധ്യൻ, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവയാണ്. എല്ലാത്തിനെ പറ്റിയിട്ടും വരും ക്ലാസ്സുകളിൽ വിശദമായ ക്ലാസ് ഉണ്ടാവും. അടുത്തത് സമതലങ്ങൾ, ഉത്തരേന്ത്യൻ മഹാസമതലം, തീരസമതലങ്ങൾ എന്നിങ്ങനെ 2 പ്രധാന വിഭാഗങ്ങളുണ്ട്. അവയെ പറ്റിയും പിന്നീട്. നദികൾ, ഹിമാലയൻ നിരകളും പശ്ചിമഘട്ടവുമാണ് ഇന്ത്യയിലെ നദികളുടെ പ്രധാന ഉറവിടങ്ങൾ. അപ്പോൾ ഈ ടോപ്പിക്കുകളെ പറ്റിയിട്ടെല്ലാം പിന്നീട് വിശദമായ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.